എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് തമിഴിൽ നിന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിലാണ്. അപ്പം നാട്ടിൽ വന്നിട്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് നല്ല മോശമാണല്ലോ, വാഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാന്ന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പൊതിച്ചോറൊന്നും അല്ല കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഓർമ്മകളാണ്. കാരണം പണ്ട് ഹോസ്റ്റലിലൊക്കെ പോകുന്ന സമയത്ത് അമ്മ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, വലുതായി കഴിഞ്ഞ് നമ്മളിപ്പോൾ ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ ഇതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് കഴിക്കാൻ വേണ്ടി നേരത്തെ ഒക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എന്നും പ്രിയങ്കരായിരിക്കും പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ. അപ്പം എന്തായാലും ഈ പൊതിച്ചോറിൽ ഞാനിപ്പം എന്താ പറയുക, ഒരു കറിയും തോരനും അതുപോലെ മെഴുക്കുവരട്ടിയും സാധാരണ വെക്കാറില്ല, എങ്കിലും ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഉള്ളത് കേട്ടോ, അച്ചാറടക്കം കുറച്ച് ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെയാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഈ പൊതിച്ചോറിലുള്ള സംഭവങ്ങൾ കുറേയൊക്കെ നമ്മൾ രുചികരത്തിൽ ഇതിനു മുമ്പ് ഇട്ടതാണ്. അപ്പോൾ അത് ഐക്കാർഡിലൊക്കെ ആയിട്ട് കൊടുക്കാം. എന്നാലും നമുക്കൊന്ന് കണ്ടുവരാം ഇതിലുള്ള നമ്മുടെ ചോറും കറിയും തോരനും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പൊതിച്ചോറിൽ കെട്ടിവെക്കുന്നതൊക്കെ നമുക്ക് കണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പൊതിച്ചോറിനുള്ള പരിപാടികൾ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. അതിനുവേണ്ടി കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അരി നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമുക്ക് കറിക്കും അതുപോലെ തന്നെ തോരനും മെഴുക്കുവരട്ടിക്കൊക്കെ ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറിക്ക് വേണ്ട പരിപ്പും കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വേവാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അരി നന്നായിട്ട് കഴുകി ചോറിൻ്റെ പരിപാടി നോക്കാം. അടുത്ത കറിയുടെ പരിപാടിയാണ്. പച്ചക്കായും പരിപ്പും കൂടിയാണ് വെക്കുന്നത്. പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കായ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കായ കഷ്ണവും പച്ചമുളകും അതുപോലെ തന്നെ മഞ്ഞൾ, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ വേവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ കറിക്കും തോരനും അതുപോലെ തന്നെ ചമ്മന്തിക്കൊക്കെ ആവശ്യമില്ലേ, അപ്പോൾ അതങ്ങ് ചിരകിയെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാബേജ് അരിയാണ് നമുക്ക് തോരൻ വെക്കാൻ ആവശ്യമുള്ള. അപ്പോൾ അതിനിടയിൽ ഈ അരി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് കുക്കറിലാണ് ചോറ് വെക്കാറ്. അപ്പോൾ അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഷ്ണങ്ങളും ഏതാണ്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കറിയുടെ അരപ്പുണ്ടാക്കുകയാണ്. തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ജീരകവും ചേർത്തിട്ട് ആണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇത് ആ കായയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി ഇവിടെ തിളയൊക്കെ വന്നു തുടങ്ങിയിട്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തിട്ടാൽ മതി കേട്ടോ. അതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കായ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും റൈസ് കുക്കറിൽ നിന്ന് മാറ്റേണ്ട ഏകദേശം സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വെള്ളം വാർക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ക്യാബേജിലേക്ക് മഞ്ഞൾ, ഉപ്പ്, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇടുന്നത്, പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയിൽ കടുകിട്ട് പൊട്ടുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം കടുകും എല്ലാമായിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ച് ചെറുതീയിലാണ് വേവിച്ചെടുക്കുക. ഇനി മത്തി വറക്കണം. അപ്പം മത്തി നന്നായിട്ട് വരഞ്ഞു കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും മുളകും എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് ക്യാബേജ് ഒന്ന് തുറന്ന് നോക്കാം. ഏതാണ്ട് ആവേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ക്യാബേജ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. പയറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെച്ചാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യം കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചു. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി,
പിന്നെന്താ മുളക് പൊടിക്ക് പകരം നമ്മൾ വറ്റൽ മുളക് പൊടിച്ചതുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് അത്രയും ടേസ്റ്റ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങും പയറും കൂടി ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മെഴുക്കുവരട്ടിയുടെ ഇതെന്താണെന്ന് വെച്ചാൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കാം, തേങ്ങാ ചമ്മന്തി. അപ്പോൾ മിക്സിയിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി, പിന്നെ ഉപ്പ്, പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടിയോ വറ്റൽ മുളക് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല, പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്ത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഉരുട്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ മത്തി പൊരിക്കണം. ഇത്രയും പണികളാണുള്ളത്. അപ്പം നമുക്ക് സവാള അരിഞ്ഞു വെക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്, എന്താ പയറും അതുപോലെ ഉരുളക്കിഴങ്ങും മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് നമുക്ക് ഓംലെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതാ മെഴുക്ക് വരട്ടി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മെഴുക്ക് വരട്ടിയുടെ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മീൻ പൊരിക്കാൻ തോന്നുന്നു, എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കി നമ്മൾ നേരത്തെ പുരട്ടി വെച്ചതിനെ കൊണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് ഫ്രൈ ചെയ്ത് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ. ആ സമയം തന്നെ നമുക്ക് ഓംലെറ്റും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫിഷ് ഫ്രൈ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, റെഡിയായി ഇവിടെ വെച്ചു. അതുപോലെ ഓംലെറ്റും ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുരുമുളക് അങ്ങ് തൂങ്ങി കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ പൊതിച്ചോറിലേക്ക് വേണ്ട വിഭവങ്ങളൊക്കെ റെഡിയായി. ഞങ്ങൾ സ്രാവ് കറി മുളകിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ചോറിൻ്റെ കൂടെ വെക്കുന്നില്ല, നമുക്ക് കഴിക്കാമല്ലോ, ഇലയിലാണെങ്കിലും കഴിക്കുമ്പോൾ എടുത്ത് കൂട്ടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മളിനി ഇല ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കിനി വിളമ്പി തുടങ്ങാം. അപ്പോൾ ഇല ഇങ്ങനെ വിരിച്ച് അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ചോറ് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പി തുടങ്ങാം. ആദ്യം നമുക്ക് പരിപ്പും കായും കൂടിയുള്ള കറി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ക്യാബേജ് തോരൻ, നമ്മുടെ ഉരുളക്കിഴങ്ങും പയറും വെച്ചുള്ള മെഴുക്ക് വരട്ടി, അച്ചാർ, നാരങ്ങാച്ചാറാണ്, പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി, പിന്നെ പൊരിച്ച മത്തി 2 എണ്ണം, അതിൻ്റെ കൂടെ ഓംലെറ്റും. ഇത്രയും സാധനങ്ങൾ വിളമ്പിയതിന് ശേഷം ഇനി നമുക്ക് ഇല പൊതിയാം. അപ്പോൾ നമ്മുടെ പൊതിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൊതിച്ചോറുണ്ടാക്കി. അപ്പോൾ എന്തായാലും കഴിക്കുന്നതും കൂടി നിങ്ങൾക്കൊന്ന് കാണണ്ടേ. ഈ ഇല അങ്ങ് തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ആ വാടിയ ഇലയിൽ എല്ലാം കൂടി ഇങ്ങനെ പൊതിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടോ, അരമണിക്കൂർ വെച്ചിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളെടുത്ത് കഴിക്കുന്നത്. ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒന്നും പറയാനില്ല കേട്ടോ. പപ്പടവും അതുപോലെ തന്നെ മുളകിട്ട മീൻകറിയൊക്കെ വേറെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് ഇനി നമുക്ക് യുദ്ധം തുടങ്ങാം. അങ്ങനെ നമ്മൾ പൊതിച്ചോറിലെ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അത് തുറക്കുമ്പോൾ തന്നെ ഉണ്ടാവില്ല ഒരു മണം വരുന്നു. വേറെ എന്ത് വേണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് നാട്ടിൽ നമുക്ക് ഇലയൊക്കെ ഇപ്പം എല്ലായിടത്തും കിട്ടും. അപ്പോൾ എന്തായാലും കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും വേണ്ട, ഒരു ചമ്മന്തിയും മുട്ട പൊരിച്ചോറും തന്നെ ഉണ്ടാക്കി പൊതിച്ചോറ് ഉഷാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.